തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ കച്ചമുറുക്കുകയാണ് കോൺഗ്രസ്. പതിവില്ലാതെ LDF NDA മുന്നണികളെക്കാൾ മുമ്പേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളത്തിലിറക്കി കോൺഗ്രസ് എതിരാളികളെ ഞെട്ടിച്ചിരിക്കുന്നു. മുൻ MLA KS ശബരീനാഥൻ അടക്കം 48 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ പുറത്തിറക്കിയത്. മുതിർന്ന നേതാവ് K മുരളീധരനാണ് പ്രചാരണത്തിന്റെ ചുക്കാൻ. കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്കിന്റെ അമ്പരപ്പിലാണ് മറ്റു കക്ഷികൾ. തലസ്ഥാനത്ത് ആദ്യം തന്നെ അരയും തലയും മുറുക്കി ഇറങ്ങിയ കോൺഗ്രസിന്റെ കണക്കുകൂട്ടലുകൾ വോട്ടായി മാറുമോ? വിശദമായി നോക്കാം. ആദ്യം RDX. 10 കൊല്ലമായി സംസ്ഥാന ഭരണത്തിന് പുറത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി പ്രതിപക്ഷ ബെഞ്ചിൽ തലസ്ഥാനത്ത് നന്നായി ശോഷിച്ച കോൺഗ്രസിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള പെടാപ്പാടിലാണ് KPCC AICC നേതൃത്വങ്ങൾ. കഴിഞ്ഞ തവണ കോർപ്പറേഷനിൽ നേരിട്ട വൻ തോൽവി ഒഴിവാക്കാനുള്ള തത്രപ്പാടിലാണ് കോൺഗ്രസ്. തിരുവനന്തപുരത്ത് കോൺഗ്രസ് വൻ തോൽവി നേരിടുകയും BJP വലിയ നേട്ടമുണ്ടാക്കുകയും ചെയ്താൽ ദേശീയ തലത്തിൽ ചർച്ചയായേക്കുമെന്നതിനാൽ രണ്ടും കൽപ്പിച്ചാണ് നീക്കം. ഇതിന്റെ ഭാഗമായാണ് മുൻ MLA കൂടിയായ KS ശബരീനാഥനെ മത്സരിപ്പിക്കാനും K മുരളീധരനെ പ്രചാരണ ചുമതല ഏൽപ്പിക്കാനും തീരുമാനിച്ചത്. എന്നാൽ നേതാക്കളേറെയുള്ള കോർപ്പറേഷൻ പരിധിയിൽ അണികളുടെ കൊഴിഞ്ഞുപോക്കാണ് കോൺഗ്രസിനെ കുഴപ്പിക്കുന്നത്. BJP പോക്കറ്റിലാക്കിയ വോട്ട് ബാങ്കുകൾ തിരികെ എത്തിക്കുക എന്ന ഭഗീരഥ പ്രയത്നം കൂടിയുണ്ട് കോൺഗ്രസിന്. അതേസമയം കഴിഞ്ഞ 3 പതിറ്റാണ്ടായുള്ള ആധിപത്യം നിലനിർത്താമെന്ന കണക്കുകൂട്ടലിലാണ് LDF. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. യുവ നേതാക്കളും പരിചയസമ്പന്നരും അടങ്ങുന്നതാകും പട്ടികയെന്നാണ് സൂചന. BJPയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിപ്പിക്കില്ല. സംസ്ഥാന ജില്ലാ നേതാക്കളെ മത്സരിപ്പിക്കാനാണ് ശ്രമം. ശക്തമായ ത്രികോണ മത്സരത്തിനാണ് തലസ്ഥാന നഗരത്തിൽ കളമൊരുങ്ങുന്നത്. RDX ന്യൂസ് മലയാളം. പാർട്ടി നൽകിയ അവസരം സ്നേഹപൂർവ്വം സ്വീകരിക്കുന്നു എന്നാണ് KS ശബരീനാഥൻ പറഞ്ഞത്. തിരുവനന്തപുരത്തെ സുസ്ഥിര നഗരമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നും ശബരീനാഥൻ പറഞ്ഞു. ബോംബെയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഡൽഹിയിലേക്ക് ഫ്ലൈറ്റ് പോകാനിരുന്ന ആളെ ഇവിടെ ഉമ്മൻചാണ്ടി സാറും രമേശ് ജിയും സുധീര സാറും ഫോൺ വിളിച്ച് തിരികെ വന്ന ഒരാളാണ്. അന്ന് വരാനുള്ള കാരണം ഈ പാർട്ടിയോടുള്ള അതിയായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റും തിരുവനന്തപുരത്തോടുള്ള ഒരു വികാരവുമാണ്. ഈ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ്. കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഭാഗമായി എൻ്റെ നാടിന് വേണ്ടി ചെയ്യുവാൻ പാർട്ടി ഒരു പൊസിഷൻ തരുമ്പോൾ അത് സന്തോഷത്തോടെ ഞാൻ പറയുകയാണ്. പല ആളുകളും പറയുന്നവരെ വെരി എക്സൈറ്റഡ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ വാഹന പ്രചാരണ ജാഥ ആരംഭിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. വാഹന പ്രചാരണ ജാഥ ഈ മാസം 12 വരെ ഉണ്ടാകും. ജാഥ നയിക്കുന്നത് K മുരളീധരനാണെന്ന പ്രത്യേകതയുണ്ട്. നേരത്തെ പ്രചാരണം ആരംഭിച്ചത് UDFന് മേൽക്കൈ നൽകുമെന്നാണ് നേതാക്കൾ കരുതുന്നത്. അസാധാരണമായ കോൺഗ്രസ് നീക്കത്തിൽ അമ്പരന്നിരിക്കുകയാണ് LDF NDA മുന്നണികൾ. മുൻ MLA KS ശബരീനാഥൻ മത്സരിക്കുക കവടിയാർ ഡിവിഷനിലായിരിക്കും. KSU ജില്ലാ വൈസ് പ്രസിഡന്റ് വൈഷ്ണ സുരേഷ്, ആശാപ്രവർത്തകയായ SB രാജി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട നീതു വിജയൻ എന്നിവരൊക്കെ സ്ഥാനാർത്ഥികളാണ്. ജോൺസൺ ജോസഫ്, മുൻ MP A ചാൾസിന്റെ മരുമകൾ S ഷേർലി എന്നിവരും മത്സരിക്കും. കോൺഗ്രസ് പ്രഖ്യാപിച്ചത് 48 സ്ഥാനാർത്ഥികളെയാണ്. 27 പേരാണ് വനിതകൾ. യുവത്വവും അനുഭവ സമ്പത്തും കലർന്ന സ്ഥാനാർത്ഥി പട്ടിക എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ജനകീയരായ നേതാക്കളെ മത്സരിപ്പിക്കണമെന്ന AICCയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. ശബരിനാഥിനെ മുൻനിർത്തിയുള്ള പ്രചാരണം യുവാക്കളെ ആകർഷിക്കുമെന്ന കണക്കുകൂട്ടലുണ്ട്. കണ്ടുപഴകിയ മുഖങ്ങൾക്ക് പകരം പൊതുസ്വീകാര്യത മാനദണ്ഡമാക്കി വിദ്യാസമ്പന്നരുടെയും മിഡിൽ ക്ലാസിൻ്റെയും വോട്ട് ആകർഷിക്കാം എന്നാണ് കണക്കുകൂട്ടൽ. പക്ഷേ എത്രത്തോളം എളുപ്പമാണ് തലസ്ഥാനത്ത് അങ്ങനെ വോട്ട് പിടിക്കുക അല്ലെങ്കിൽ ഭരണം പിടിക്കുക എന്നത്? 30 വർഷമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് LDF ആണ്. അതിനു മുൻപേ ആ ചരിത്രം തുടങ്ങിയതുമാണ്. 2010 മുതൽ UDFന് ഗണ്യമായ സീറ്റ് കുറയുന്നത് കോൺഗ്രസിന് കനത്ത വെല്ലുവിളിയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചത് 10 ഇടത്ത് മാത്രമാണ്. കോൺഗ്രസിന് 8 സീറ്റാണ് ആകെയുള്ളത്. 2015-2020 തെരഞ്ഞെടുപ്പുകളിൽ UDFനെ പിന്തള്ളി BJP പ്രധാന പ്രതിപക്ഷമായി. കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തുകയായിരുന്നു BJP. LDF വെല്ലുവിളി മറികടന്ന് ഭരണം പിടിക്കുക UDFന് വലിയ വെല്ലുവിളിയായിരിക്കും. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കരുത്തരെ കളത്തിലിറക്കാനാണ് LDFും തീരുമാനിച്ചിരിക്കുന്നത്. ഏരിയ സെക്രട്ടറിമാരെ അടക്കം ജനകീയ മുഖങ്ങളെയും പോരിനിറക്കാനാണ് CPIMന്റെ തീരുമാനം. വഞ്ചിയൂർ P ബാബു മുതൽ മുൻ മേയർ K ശ്രീകുമാർ, SP ദീപക് തുടങ്ങിയവരൊക്കെ മത്സരിച്ചേക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. 101-ൽ 70-ലേറെ സീറ്റുകൾ പിടിക്കുമെന്ന ആത്മവിശ്വാസമാണ് ഇപ്പോൾ LDF പുലർത്തുന്നത്. 70ഓളം A ക്ലാസ് വാർഡുകൾ കണ്ടെത്തിയാണ് BJPയുടെ പ്രവർത്തനം. കരുത്തരെ മത്സരത്തിനിറക്കാനാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. പ്രചാരണത്തിന് നേതൃത്വം രാജീവ് ചന്ദ്രശേഖരനാണ്. കവടിയാറിൽ KS ശബരീനാഥനെതിരെ VV രാജേഷിനെ മത്സരിപ്പിക്കാനുള്ള ആലോചനയുമുണ്ട്. തിരുമല അനിലിൻ്റെ മരണവും സഹകരണ സംഘങ്ങളിലെ പ്രശ്നങ്ങളും BJPക്ക് അവിടെ ഒരു തിരിച്ചടിയാകുമോ എന്നുള്ള ആശങ്കയുമുണ്ട്. എങ്ങനെയാണ് ഈ നീക്കത്തെ കാണുന്നത്?
ഈ ശബരിനാഥനെ മത്സരിപ്പിക്കാനുള്ള നീക്കം, അതോടൊപ്പം തന്നെ ഇപ്പോൾ വളരെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നു. ഉറപ്പായും കോൺഗ്രസിന് ഗുണകരമാവും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരുപാട് പ്രതിസന്ധികൾ പാർട്ടിയെ സംബന്ധിച്ചുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലുണ്ട്, കോർപ്പറേഷനിലുണ്ട്. 100 സീറ്റുകൾ അല്ലെങ്കിൽ 100 ഡിവിഷനുകളുള്ള ആ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 10 പേർ മാത്രമാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം. അതിൽ നമ്മൾ ഈ ഗ്രാഫ് എടുത്ത് പരിശോധിച്ചാൽ ഏതാണ്ട് ഒരു 15 വർഷം കൊണ്ട് അവർക്ക് നഷ്ടമായിട്ടുള്ളത് 30ഓളം വാർഡുകളാണ്. 40 സീറ്റുകൾ ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് 2010 40 സീറ്റ് ഉണ്ടാകുന്നത് 25 ആകുമ്പോഴേക്കും 10 സീറ്റുകളിലേക്ക് ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി നിൽക്കുന്നത്. അപ്പോൾ ഈ വിധത്തിലൊരു തിരിച്ചുവരവിനുള്ള ശ്രമം നടത്തുന്നത് എന്തുകൊണ്ടും സ്വാഗതാർഹമായ കാര്യമാണ്. രണ്ടാമത്തെ ഞാനിതിൽ ഏറ്റവും പോസിറ്റീവായി കാണുന്ന കാര്യം ഹർഷൻ, കെ എസ് ശബരിനാഥൻ ഇപ്പോൾ ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം, വളരെ വേഗത്തിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹം ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെട്ടിട്ടുള്ളത് MLA ആയിരുന്ന വ്യക്തിയാണ്. MLA ആയിരുന്ന വ്യക്തി എന്തിനാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോയി മത്സരിക്കുന്നത്? അതെന്തെങ്കിലും പ്രശ്നമാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒതുക്കുകയാണോ എന്നുള്ള വിധത്തിൽ വലിയ രീതിയിൽ അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ അല്ലെങ്കിൽ പരിഹാസങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, കോൺഗ്രസിലിപ്പോൾ നമ്മൾ മാധ്യമപ്രവർത്തനം നടത്തുമ്പോൾ മാധ്യമപ്രവർത്തകരും കോൺഗ്രസുമായിട്ടും കൂടുതൽ മറ്റു പാർട്ടികളെ അപേക്ഷിച്ച് കൂടുതൽ അടുത്ത ബന്ധം ഉണ്ടാകും. ഒന്നാമത്തെ കാര്യം, അതൊരു ആൾക്കൂട്ട പാർട്ടിയാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അണികളെക്കാൾ കൂടുതൽ നേതാക്കളുള്ള പാർട്ടിയാണെന്ന വിമർശനം അവിടെ ആ പാർട്ടിക്കകത്ത് എന്നും ഉയർന്നു കേൾക്കുന്നതാണ്, പാർട്ടിക്കകത്തും പുറത്തും. അപ്പം ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ, അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാകട്ടെ, നിയമസഭയാകട്ടെ, അല്ലെങ്കിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാകട്ടെ, എൻ്റെ പേര് കൂടി ആ പട്ടികയിൽ വരിക എന്ന ആഗ്രഹം അവിടെ ആഗ്രഹിക്കുന്ന, അവിടെ ഈ വർഷം മത്സരിക്കാൻ, അല്ലെങ്കിൽ ഇതൊരു ഇലക്ഷൻ നടക്കുന്ന ഇയർ ആണെങ്കിൽ ഈ ഇയറിൽ മത്സരിക്കുകയോ അല്ലെങ്കിൽ 5 വർഷം ശേഷം മത്സരിക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്ന ആളുകൾ ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ എൻ്റെ പേര് കൂടി ആ ലിസ്റ്റിൽ വരുത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വളരെ വേഗത്തിൽ മാധ്യമപ്രവർത്തകരോട് എൻ്റെ പേര് കൂടി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ പേരും ടോക്കാണ് എന്ന വിധത്തിൽ വാർത്തയിൽ വരണം എന്ന ആഗ്രഹം പലരും തുറന്നു പറയാറുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇനി അതിനൊന്നും സാധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവ് പറയാനില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സജീവത വാർത്തകളിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും മതസാമുദായിക നേതാക്കളെ വെച്ച് ഏതെങ്കിലും രീതിയിൽ പറയിപ്പിക്കാനുള്ള ഒരു ശ്രമം, അത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ, പൊതുവിൽ പ്രത്യേകിച്ച് യുവ നേതാക്കൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം ആ പാർട്ടിക്കകത്ത് തന്നെ ഉയരുന്നത്, റീൽസിൽ ഒതുങ്ങിപ്പെട്ടു പോകുന്നു പാർട്ടി നേതാക്കൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് യുവ നേതാക്കൾ എന്നുള്ള വിമർശനം ആ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾക്കടക്കമുണ്ട്. അപ്പോൾ ഇത്തരം വിമർശനങ്ങളെല്ലാം നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് 2 തവണ MLA ആയ, ഒരു തവണ ഒരു വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പിലൂടെ, അതിനുശേഷം ഒരു പൊതു തെരഞ്ഞെടുപ്പിലൂടെ MLA ആയ, പാർട്ടിക്ക് വളരെ നിർണായകമായ സ്വാധീനം ഉണ്ടായിരുന്ന സമയത്ത് MLA ആക്കപ്പെട്ട ഒരു വ്യക്തി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നു എന്നുള്ള കാര്യം ഞാനിതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കെ എസ് ശബരിനാഥൻ ആ വിധത്തിൽ മത്സരിക്കുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കും അണികൾക്കും നേതാക്കൾക്കും എല്ലാം ഒരു മാതൃകയായി മാറും എന്നാണ് ഞാൻ കരുതുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞതുപോലെ പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകളിൽ തന്നെ വിള്ളൽ ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ. ആ വോട്ടുകൾ യഥാർത്ഥത്തിൽ പൂർണ്ണാർത്ഥത്തിൽ CPIM-ലേക്ക് പോയി എന്ന് കരുതാൻ സാധിക്കില്ല. കാരണം തെരഞ്ഞെടുപ്പ് കണക്കനുസരിച്ച് കോൺഗ്രസിന് നഷ്ടമായ സീറ്റുകളിൽ വലിയ ഭാഗം നേടിയിരിക്കുന്നത് BJP ആണ്. അപ്പോൾ ഈ വോട്ടുകളെ തിരികെ കൊണ്ടുവരുന്നതിന് കൃത്യമായൊരു ടാക്ടിക്സ് ഉണ്ടാവണം, അവിടെ ഒരു കൃത്യമായ പ്ലാനും പദ്ധതിയും ഉണ്ടാകണം. എന്നാൽ മാത്രമേ ആ വോട്ടുകളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഈ പ്ലാൻ അവർ പരീക്ഷിച്ചു നോക്കുകയാണ്, വെറുതെ ഇരിക്കുന്നത് നല്ലൊരു പരീക്ഷണം നടത്തുന്നതാണല്ലോ. മാത്രമല്ല, ഇതിൽ മൂന്നാമത്തെ ഞാൻ പ്രധാനപ്പെട്ട കാര്യമായി കാണുന്നത്, ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വലിയൊരു ഒരുക്കം കൂടിയാണ്. പ്രത്യേകിച്ച് അവിടെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നേരത്തെ മത്സരിച്ച് MLA ആയിരുന്ന, പിന്നീട് പരാജയപ്പെട്ടു പോയിട്ടുള്ള K മുരളീധരനാണ് ഈ നീക്കങ്ങൾക്കെല്ലാം തന്നെ ചുക്കാൻ പിടിക്കുന്നത്. എല്ലാ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് ഉൾപ്പെടെ ഓരോ മുനിസിപ്പാലിറ്റിയുടെയും പഞ്ചായത്തിൻ്റെയും അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതല കൃത്യമായി വിഭജിച്ച് നൽകിയിരുന്നു മാസങ്ങൾക്ക് മുൻപേ. K മുരളീധരന് കിട്ടിയിരുന്നത് തിരുവനന്തപുരമാണ്. അപ്പോൾ അദ്ദേഹം ആ പണി നേരത്തെ തുടങ്ങിയിരിക്കുന്നു. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പണി കൂടിയാകും. എന്തൊക്കെ പറഞ്ഞാലും അത് ഗുണകരമാകും എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും. അതായത് K മുരളീധരൻ അവിടെ ആത്മാർത്ഥമായി തന്നെ അദ്ദേഹത്തിൻ്റെ ജോലിയിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോൾ എനിക്കിതിനകത്ത് കൗതുകകരമായി തോന്നിയത് KS ശബരിനാഥൻ്റെ സ്ഥാനാർത്ഥിത്വത്തെക്കാൾ ഉപരി K മുരളീധരൻ്റെ നീക്കങ്ങൾ എന്ന നിലയ്ക്ക് തന്നെയാണ്. കാരണം KS ശബരിനാഥൻ മാത്രമല്ല, അദ്ദേഹം നിർത്തിയിരിക്കുന്ന മറ്റു സ്ഥാനാർത്ഥികൾക്ക് തന്നെ പല പ്രത്യേകതകളുമുണ്ട്. ഒന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായി ആദ്യം തന്നെ രംഗത്തെത്തിയ യുവതിയെ കൂടി, KSU നേതാവിനെ കൂടി തെരഞ്ഞെടുപ്പ് ഈ അവിടുത്തെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള ഒരു കൗതുകം അതിനകത്തുണ്ട്. മാത്രമല്ല, KS ശബരിനാഥൻ്റെ കാര്യം നോക്കിയാൽ, അദ്ദേഹം കഴിഞ്ഞ കുറച്ച് കാലമായി അദ്ദേഹത്തിൻ്റെ മണ്ഡലം, അദ്ദേഹം നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം അരുവിക്കരയാണെങ്കിലും അദ്ദേഹം കൂടുതൽ ഇപ്പോൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിനകത്താണ്. ഇപ്പോൾ പൊതുവേ ഒരു ചർച്ചയുണ്ടായിരുന്നു, അദ്ദേഹം അടുത്ത തവണ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നായിരിക്കും അദ്ദേഹം മത്സരിക്കാൻ സാധ്യത എന്നുള്ള ഒരു ചർച്ചയുണ്ടായിരുന്നു. പക്ഷേ
എൻ്റെ ഒരു സംശയം, ഇതിപ്പോൾ നേരത്തെ തന്നെ മറ്റൊരാലോചന പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഈ കെ മുരളീധരന് ഈ ചുമതല കിട്ടിയപ്പോൾ തന്നെ ഇത്തരത്തിലൊരു ആലോചനയിലേക്ക് പോയിരുന്നോ എന്നുള്ള സംശയമുണ്ട്. കാരണം അദ്ദേഹം ഈ നഗരത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ആലോചന പോയിരുന്നു. കാരണം അദ്ദേഹം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്തായാലും നഗരത്തിൽ, തിരുവനന്തപുരം മണ്ഡലത്തിൽ. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം കവടിയാറ് മത്സരിക്കുന്നു. പക്ഷേ അതൊരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ് ആത്യന്തികമായി ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തെ ഒരു കുഴപ്പത്തിലേക്ക് കൊണ്ടുപോയി തള്ളിയിടാനും അവിടെ കെ മുരളീധരൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് കരുതേണ്ടത്. കാരണം കവടിയാർ മണ്ഡലമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി എങ്ങാനും ഈ പരീക്ഷണം ഒന്ന് പാളിയാൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു വാർഡ്, കവടിയാർ വാർഡ് ഇപ്പോൾ സിറ്റിംഗ് വാർഡാണ്, കോൺഗ്രസിൻ്റെ സിറ്റിംഗ് വാർഡാണ്. ആകെ നേരത്തെ പറഞ്ഞതുപോലെ 100 വാർഡുകളുള്ളതിൽ ആകെ 8 ഇടത്താണ് കോൺഗ്രസ് വിജയിച്ചിരിക്കുന്നത്. ഒരിടത്ത് മുസ്ലിം ലീഗാണ് വിജയിച്ചിരിക്കുന്നത്, മറ്റൊരിടത്ത് RSP ആണ് വിജയിച്ചിരിക്കുന്നത്. ഇതാണ് അവിടുത്തെ UDFൻ്റെ ഘടന കോർപ്പറേഷനിലെ. അപ്പോൾ ഒരു റിസ്ക്കാണ് അവിടെ ഒരു മത്സരത്തിന് ഇറങ്ങുക എന്നുള്ളത്, ഒരു റിസ്ക്കാണ്. ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായി തന്നെയാണ് ശബരിനാഥൻ ഇറങ്ങുന്നത്. അദ്ദേഹത്തെ കവടിയാർ വാർഡിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. അത് ഒരു സാധ്യതയുള്ള വാർഡ് കൂടിയാണ്, ഒരു എന്താണ് പരാജയപ്പെടാൻ സാധ്യതയുള്ള ഒരു വാർഡ് അല്ല അത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുഴപ്പത്തിലാക്കേണ്ട എന്നുള്ള ആലോചനയുമുണ്ട്. പക്ഷേ ഇത് ആത്യന്തികമായി ആവേശം പകരുക എവിടെയാണ്? ഞാൻ കരുതുന്നില്ല തിരുവനന്തപുരത്താണ് എന്ന്. ഇത് കേരളം മുഴുവൻ ഇപ്പോൾ നോക്കൂ, എല്ലാ മാധ്യമങ്ങളും ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് വേറൊരു തരത്തിലുള്ള ഒരു ഹൈപ്പ് കൊടുക്കുന്നുണ്ട് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നുള്ളത്. കേരളത്തിലെമ്പാടും കോൺഗ്രസ് പ്രവർത്തകർക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഉണർവ് കൊടുക്കാൻ തക്കവണ്ണമുള്ള ഒരു പ്രസ്താവനയായി ഇത് എന്നാണ് ഞാൻ കരുതുന്നത്. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം പല മാധ്യമങ്ങളും ഈ പ്രഖ്യാപനത്തെ പുകഴ്ത്തി എഴുതി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ സ്ഥാനം ഇക്കുറി കോൺഗ്രസ് വനിതയ്ക്ക് കൊടുത്തേക്കും എന്നുവരെ ഒരു മാധ്യമം, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഒരു മാധ്യമം എഴുതി. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ വനിതാ സംവരണമാണ് മേയർ സ്ഥാനം, പക്ഷേ അത് ചിലപ്പോൾ ഒരു വനിതയ്ക്ക് കൊടുത്തേക്കുമെന്ന് എഴുതാൻ തക്ക വണ്ണമുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ. അതായത് കോൺഗ്രസ് കൊടുത്തേക്കും ഈ മേയർ സ്ഥാനാർത്ഥിയായി അങ്ങനെ ഒരു വനിതയെ കൊണ്ടുവന്നേക്കും എന്നുള്ളത്. വനിതയാണ് എന്നിരിക്കെ തന്നെ അത് പറയാനുള്ള പ്രേരണ ഉണ്ടാകുന്നത് എവിടുന്നാണ്? ഈ ഒരു പ്രഖ്യാപനത്തിലൂടെയാണ്. കാരണം ഇതിൻ്റെ തുടർച്ചയായി നടക്കുന്ന ചർച്ചകളിലാണ് അത് വരുന്നത്. അതുകൊണ്ട് എന്തായാലും ഇത് വളരെ ബുദ്ധിപരമായ ഒരു നീക്കമായി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ നേരത്തെ വില്ല് പറഞ്ഞതുപോലെയാണ് അവിടുത്തെ ഒരു അവസ്ഥ. കാരണം അവിടെ 39 വാർഡുകളിൽ CPIM തന്നെ വിജയിച്ചിട്ടുണ്ട്, 10 ഇടത്ത് CPI വിജയിച്ചിട്ടുണ്ട്. മൊത്തം വാർഡുകളുടെ എണ്ണം എടുത്താൽ 34 BJP വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റ് സ്വതന്ത്രർ 3 പേര്, ഇടത് സ്വതന്ത്രർ 3 പേരുണ്ട്, JSSൻ്റെ ഒരാളുണ്ട്, കോൺഗ്രസ് എസിൻ്റെ ഒരാളുണ്ട്, ജനതാദൾ സെക്യുലറിൻ്റെ ഒരാളുണ്ട്, INLൻ്റെ ഒരാളുണ്ട്. ഇതാണ് ഇടതുമുന്നണിയുടെ ഘടന. അപ്പോൾ അവിടെ ഈ വോട്ട് ചോർച്ച എവിടെയാണ് ഉണ്ടായത്? അതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 10-30 വർഷമായിട്ട് അവിടെ ഇടതുമുന്നണി തന്നെ തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വോട്ട് ചോർച്ച എവിടെയാണ് ഉണ്ടായത്? കോൺഗ്രസിൻ്റെ വോട്ടുകളിൽ തന്നെയാണ് ചോർച്ചയുണ്ടായത്. കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്ക് തന്നെയാണ് അവിടെ വിജയം ഉണ്ടായത്. കോൺഗ്രസിൻ്റെ വോട്ടുകൾ ചോർന്നു, കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ BJP പിടിമുറുക്കി എന്നുള്ളത് തിരുവനന്തപുരം നഗരത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. അവിടെ തിരിച്ചു വരാൻ തക്കവണ്ണമുള്ള ഒരു സംഘടനാ ശേഷി കോൺഗ്രസിനുണ്ടോ തിരുവനന്തപുരം നഗരത്തിനുള്ളിൽ? ഞാൻ പറയുന്നത് കേരളത്തിലെ ആകെ പ്രശ്നമല്ല, തിരുവനന്തപുരം നഗരത്തിനുള്ളിൽ അതുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ 2 വട്ടം ആലോചിക്കണം. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പാലക്കാട് നഗരസഭയ്ക്കകത്തുള്ള CPM ആണ്, തിരുവനന്തപുരം കോർപ്പറേഷനകത്തുള്ള കോൺഗ്രസ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതിനകത്ത് സംഘടനാപരമായി ആ ദൗർബല്യം അവിടെ ആ പാർട്ടിക്ക് നിലനിൽക്കുന്നുണ്ട്. അതിനെ മറികടക്കാൻ തക്കവണ്ണമുള്ള ഒരു ആവേശം ഈ പ്രഖ്യാപനം കൊണ്ടുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പക്ഷേ അതുണ്ടാക്കാൻ വേണ്ട ഇടപെടൽ കെ മുരളീധരൻ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കാലേ കൂട്ടിയുള്ള ജാഥ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മണ്ഡലത്തിൽ എല്ലാ വാർഡുകളിലും കോർപ്പറേഷനിലെ എല്ലാ വാർഡുകളിലും പോകുന്ന ഒരു ജാഥ അവർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പിന്നെ വളരെ സർപ്രൈസ് തരുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം. അതായത് ഇപ്പോൾ CPIM ഒക്കെ ഒരു മേയർ സ്ഥാനാർത്ഥിയായി ഒരാളെ മുന്നിലേക്ക് നിർത്തിയാൽ അയാളെ തോൽപ്പിക്കുക എന്നുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഒരു പൊതു സ്വഭാവം. സ്ഥാനാർത്ഥിയായി നിർത്താറില്ല, പക്ഷേ ഇങ്ങനെ പൊതുവെ കരുതാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ ഒലീന ടീച്ചറായിരിക്കും വരിക എന്നുള്ള വലിയ ചർച്ചയൊക്കെ നടക്കുമ്പോൾ തോൽപ്പിച്ച് കളഞ്ഞു തെരഞ്ഞെടുപ്പിൽ. അതുപോലെ അതിനു മുമ്പ് മുൻ മേയർ ജയൻ ബാബു അടക്കമുള്ളവർ ഇത്തവണ മേയറാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്താണ് അദ്ദേഹം പരാജയപ്പെടുന്നത്. അതിനുശേഷം പ്രശാന്ത് മേയറായി വരുന്നത്. അപ്പോൾ ഈ രീതിയിലൊക്കെയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണണം. BJP എന്തായാലും അവിടെ വളരെ സജീവമായ പ്രവർത്തന രംഗത്തുണ്ട്. CPIM അവരേതാണ്ട് വിജയം ഉറപ്പാണെന്നുള്ള ഒരു മട്ടിലാണ് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ അവരും അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ആ നിലയ്ക്കുള്ള ഇപ്പോൾ SP ദീപകിൻ്റെയൊക്കെ അടക്കമുള്ള പേരുകളാണ് ആ നിലയ്ക്ക് മുന്നോട്ട് വരുന്നത്. പക്ഷേ
BJP സംബന്ധിച്ചിടത്തോളം അവിടെ അധികാരം പിടിക്കും എന്നൊക്കെയുള്ള ഒരു ആവേശം അവർ കാണിച്ചിരുന്നു. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലമൊക്കെ വന്നതിന് ശേഷം ആ ആവേശം കുറച്ച് കൂടുതലായിരുന്നു. പക്ഷേ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവിടുത്തെ ഇപ്പോൾ ഈ MS കുമാർ എന്ന് പറയുന്ന നേതാവൊക്കെ ഏറ്റവും തലമുതിർന്ന നേതാവായി, തലയെടുപ്പുള്ള നേതാവ്, ഒരു സമയത്ത് BJPയുടെ കേരള രാഷ്ട്രീയത്തിലെ തലയെടുപ്പുള്ള നേതാവായി നിന്നയാളാണ്. അദ്ദേഹം വരെ നിരാശയോടെ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുകയാണ്, ആകെ പ്രതിസന്ധിയിലായിരിക്കുന്നു. സഹകരണ ബാങ്കുകളിലെ അവരുടെ BJP നയിക്കുന്ന സഹകരണ ബാങ്കുകളിലെ പ്രതിസന്ധി കാരണമാണ്. മാത്രമല്ല കൗൺസിലറായിരുന്ന അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ അടക്കമുള്ള പ്രശ്നങ്ങൾ അവിടെ BJP വല്ലാതെ അവരുടെ ആ കേന്ദ്രങ്ങളിൽ കുഴയ്ക്കും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. അതുകൊണ്ട് നമ്മൾ കാത്തിരുന്ന് കാണണം. പക്ഷെ നന്നായി ആളും അർത്ഥവും എറിഞ്ഞുള്ള പ്രചാരണത്തിലേക്കാണ് BJPയും പോവുക. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം എന്താണ് റിസൾട്ട് എന്നുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ മേൽക്കൈ നേടിയാൽ, കോർപ്പറേഷനിൽ മേൽക്കൈ നേടിയാൽ സംസ്ഥാന ഭരണം കൂടി പിടിക്കാം. രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലെ ഒരു വിശ്വാസമാണത്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും തലസ്ഥാന ജില്ലയിൽ കോൺഗ്രസിൻ്റെ നില പരിതാപകരമായിരുന്നു. 2016 2 സീറ്റുണ്ടായിരുന്നത് 2021 1 കുറഞ്ഞു. നഗരസഭാ പരിധിയിലാവട്ടെ UDFിൻ്റെ സംഘടനാ സംവിധാനം പാടെ ദുർബലപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് പതിവില്ലാതെ കോൺഗ്രസ് മുന്നേ ഒരുങ്ങുന്നത്. പക്ഷേ അത്ര എളുപ്പമല്ല കോൺഗ്രസിന് ഇപ്പോഴും കാര്യങ്ങൾ. 15 വർഷത്തിനിടെ 2 ഡസനിലേറെ ഡിവിഷനുകളാണ് കോൺഗ്രസിന് കോർപ്പറേഷനിൽ നഷ്ടമായത്. ഇതെല്ലാം പിടിച്ചതാകട്ടെ BJPയും CPIMുമാണ്. അണികളില്ലാതെ നേതാക്കളേറെയുള്ള പാർട്ടിയായ കോൺഗ്രസിന് CPIMൻ്റെയും BJPയുടെയും ശക്തമായ സംഘടനാ സംവിധാനങ്ങളോട് പൊരുതി ഭരണം പിടിക്കാൻ സാധിക്കുമെന്ന് KPCC നേതൃത്വം പോലും അങ്ങനെ കിനാവ് കാണുന്നൊന്നുമില്ല. പക്ഷേ 2010 40 സീറ്റെങ്കിലും കിട്ടിയാൽ തലസ്ഥാന ജില്ലയിൽ കോൺഗ്രസിന് പുതുജീവൻ ലഭിക്കുമെന്നതിൽ സംശയമില്ല. ഇത്രയും മുന്നൊരുക്കങ്ങളോടെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഏറെ കാലത്തിന് ശേഷമാണ്. ഈ നീക്കം സസൂക്ഷ്മം നിരീക്ഷിച്ച് CPIMും BJPയും കരുനീക്കം ആരംഭിച്ചതോടെ പൊടി പാറുന്ന പോരിനാകും തലസ്ഥാനം അരങ്ങാവുക. ഇനി അടുത്ത വിഷയത്തിലേക്ക്.